അംഗൻവാടിക്ക് ഭീഷണിയായി മരം. നടപടി ആവശ്യപ്പെട്ട് ഉപരോധം. പൂവച്ചൽ കല്ലാമം 81 നമ്പർ അംഗൻവാടിക്ക് മുകളിലേക്ക് സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിലെ മരങ്ങൾ ചാഞ്ഞു നിൽക്കുന്നത് കുട്ടികൾക്ക് അപകട ഭീഷണിയായി മാറുന്നതായി പരാതി. മരം മുറിച്ചുമാറ്റാൻ നടപടി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. രാവിലെ 10 മണിയോടെയായിരുന്നു സമരം. അംഗൻവാടി കെട്ടിടത്തിന് മുകളിലേക്ക് മരങ്ങൾ അപകടകരമായി ചാഞ്ഞു കിടക്കുന്നതായി നിരവധി തവണ പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെന്നാണ് പരാതി. മഴയും ശക്തമായ കാറ്റുമുണ്ടാകുമ്പോൾ അപകട സാധ്യത കൂടുതലാണെന്നും രക്ഷിതാക്കൾ ആശങ്ക അറിയിച്ചിരുന്നതായും പറയുന്നു. വസ്തു ഉടമയോടും മരം മുറിച്ചുമാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് പരാതി. 2026 ജനുവരിയിൽ വില്ലേജ് ഓഫീസിലും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. തുടർന്ന് വസ്തു ഉടമയ്ക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് നോട്ടീസ് നൽകിയെങ്കിലും മരം മുറിച്ചു മാറ്റിയില്ലെന്നാണ് വിവരം. പഞ്ചായത്ത് പ്രസിഡന്റ് അമലയുടെ വാർഡിലാണ് അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത്. പരേതനായ മുൻ വാർഡംഗം റൂബർട്ടിന്റെ മകളുടെ പേരിലുള്ള വസ്തുവിലെ മരങ്ങളാണ് അംഗൻവാടിക്ക് ഭീഷണിയാകുന്നതെന്നാണ് പരാതി. സംഭവത്തിൽ പഞ്ചായത്ത് അധികൃതരോട് നേരത്തെ പലതവണ പരാതി നൽകിയിരുന്നതായും അംഗൻവാടി ജീവനക്കാരും രക്ഷിതാക്കളും വിഷയം ഉന്നയിച്ചിരുന്നതായും പറയുന്നു. സമരത്തിനിടെ ഉച്ചയോടെ പഞ്ചായത്ത് പ്രസിഡന്റ് അമലയും വസ്തു ഉടമയും സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് അടിയന്തര കമ്മിറ്റി ചേർന്ന് മരം മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കാമെന്ന് അറിയിച്ചു. എന്നാൽ ഇതിനായി അടിയന്തര കമ്മിറ്റി വിളിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം സമരക്കാർ ഉന്നയിച്ചു. അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. അതേസമയം ഉത്തരവിന്റെ മറവിൽ ആവശ്യമില്ലാത്ത മരങ്ങൾ മുറിച്ചു മാറ്റുന്നുവെന്ന ആരോപണവും ഉയർന്നതായി പ്രവർത്തകർ പറഞ്ഞു. അംഗൻവാടിയിലെ കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്ത് അടിയന്തര നടപടി വേണമെന്ന ആവശ്യം ശക്തമായി. മരങ്ങളുടെ അപകട ഭീഷണിയെ തുടർന്ന് കുട്ടികളുടെ എണ്ണം കുറഞ്ഞതായും സമരക്കാർ ആരോപിച്ചു. ഡിവൈഎഫ്ഐ കാട്ടാക്കട ബ്ലോക്ക് സെക്രട്ടറി ഷൈൻ, പ്രസിഡന്റ് വിഘ്നേഷ്, വീരണകാവ് മേഖലാ സെക്രട്ടറി ശരത്, പ്രസിഡന്റ് അമൽ, പൂവച്ചൽ മേഖലാ സെക്രട്ടറി സെയ്ദ്, പ്രസിഡന്റ് അൽതാഫ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. പൂവച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്വന്തം വാർഡായ കല്ലാമം വാർഡിലെ മരക്കോട്ട് വഴി എന്ന സ്ഥലത്തെ അംഗനവാടിയുടെ പുറത്തേക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരുപാട് മരങ്ങൾ, ഒരു സ്വകാര്യ വ്യക്തിയുടെ മരങ്ങൾ, ആ പറമ്പിലെ മരങ്ങളെല്ലാം അപകടാവസ്ഥയിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി 2 മാസമായി ഇതിൻ്റെ പരാതി അംഗനവാടിയിലെ ജീവനക്കാരായ ആയമാർ ഉൾപ്പെടെ പരാതി കൊടുത്തു. അവിടുത്തെ രക്ഷകർത്താക്കൾ, കുട്ടികളുടെ രക്ഷകർത്താക്കൾ ഉൾപ്പെടെ പരാതി കൊടുത്ത സാഹചര്യമാണ്. ഈ 2 മാസമായിട്ട് ഈ പരാതിയിൽ ഒരു നടപടിയും സ്വീകരിക്കാത്തൊരു സമീപനം പഞ്ചായത്തിൽ നിന്ന് അവർ സ്വീകരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐയുടെ വീരണകാവ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു നിവേദനം കൊടുക്കുക. ആ സെക്രട്ടറി ഇന്നിപ്പോൾ ഞങ്ങൾ എടുത്ത സമരത്തിൽ സെക്രട്ടറി ഒരു വാക്ക് തന്നിരിക്കുകയാണ്. സെക്രട്ടറിയുടെ ഉറപ്പ് തന്നിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ആ സ്വകാര്യ വ്യക്തി ഈ മരം മുറിക്കും എന്നുള്ള ഉറപ്പ് സ്വകാര്യ വ്യക്തി തന്നിട്ടുണ്ട്. അതല്ല എങ്കിൽ വെള്ളിയാഴ്ച പഞ്ചായത്ത് കമ്മിറ്റി ചേർന്ന് തീരുമാനമെടുത്ത് ഞായറാഴ്ചക്കുള്ളിൽ ഈ മരം മുറിക്കാം എന്നൊരു ഉറപ്പ്, സെക്രട്ടറിയുടെ ഉറപ്പിന്മേലാണ് ഞങ്ങൾ ആ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇതിൽ തിങ്കളാഴ്ച വീണ്ടും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയൊരു സമരം ഞങ്ങൾ വീണ്ടും ഈ പഞ്ചായത്തിൽ സംഘടിപ്പിക്കാനാണ് തീരുമാനം.